നമസ്കാരം. ആരൊക്കെയാണ് IVF-ന് ആകേണ്ടവർ എന്ന് മെയിനായിട്ട് ഇപ്പോൾ നമ്മൾ പുരുഷന്മാരെ എടുക്കുകയാണെങ്കിൽ കൗണ്ട് വളരെ കുറവുള്ള ആൾക്കാർ, മോട്ടിലിറ്റി സീറോ ഉള്ള ആൾക്കാർ, കൗണ്ട് വളരെ കുറവ്, തീരെ കൗണ്ടില്ലാത്ത ആൾക്കാർ, ടോട്ടൽ മൊട്ടൈൽ കൗണ്ട് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ മോട്ടിലിറ്റി ഉള്ള കൗണ്ട് 1 മില്യണോ അതിന് താഴെയുള്ള ആൾക്കാർ എന്തായാലും IVF-ലേക്ക് പോവുക. നിങ്ങൾക്ക് പ്രായം ചെറുതാണെങ്കിൽ ചെറിയ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റോ വാരിക്കോസിലിൻ്റെ പ്രോബ്ലം ഉണ്ടോ എന്നൊക്കെ നോക്കി അങ്ങനെ ഉണ്ടെങ്കിൽ അതിനുള്ള സർജറി ഒക്കെ കഴിഞ്ഞിട്ട് ചെയ്താലും മതി. അതുപോലെ കൗണ്ട് മോട്ടിലിറ്റി തീരെ ഇല്ലാത്ത ആൾക്കാർ, സീറോ മോട്ടിലിറ്റി കാണിക്കും അവർ. പിന്നെ അബ്നോർമൽ ഷേപ്പ്, നോർമലി ഇതേ ഷേപ്പിലുള്ള ബീജമാണ് വേണ്ടത്. ഈ ഷേപ്പ് അബ്നോർമൽ ഒറ്റ ബീജം പോലും നല്ലതില്ലാത്ത ആൾക്കാർക്കും IVF ട്രൈ ചെയ്യാം. പിന്നെ ചില ആൾക്കാർക്ക് ബന്ധപ്പെടാൻ ബുദ്ധിമുട്ടുണ്ടാവും. മാസ്റ്റർബേറ്റ് ചെയ്തിട്ടും സ്പേം കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ ടിസ ചെയ്തിട്ട് എടുക്കും. ടിസ ചെയ്യുക, അതുപോലെ പിസ ചെയ്യുക, മൈക്രോ ടിസ, ഇങ്ങനെയുള്ള കുറേ ട്രീറ്റ്മെൻ്റ് ഉണ്ട് സ്പേം പുറത്തു വരാത്ത ആൾക്കാർക്ക് ചെയ്യാനുള്ളത്.